മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ മാധ്യമവിലക്ക്. മാധ്യമങ്ങളെ പിടിച്ചിറക്കുമെന്ന് CPIM പഞ്ചായത്ത് അംഗത്തിന്റെ ഭീഷണി. മാധ്യമങ്ങൾ സ്കൂളിൽ പ്രവേശിച്ചാൽ സ്കൂൾ പ്രവർത്തനം തടസ്സപ്പെടും എന്നാണ് വാദം. അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് കാർത്തികപ്പള്ളിയിൽ നിന്ന്. വിവരങ്ങളുമായി അശ്വിൻ, എന്താണ് മാധ്യമങ്ങളോട് ഇത്ര രോഷം? എന്തായാലും ഇന്നലെ ഇവിടെ സംഘർഷം നടന്നപ്പോൾ അതിന് മുൻപന്തിയിൽ നിന്ന ഒരു പഞ്ചായത്ത് അംഗമാണ് CPIMന്റെ ചിങ്ങോലി പഞ്ചായത്തിലെ നിബു എന്ന് പറയുന്ന പഞ്ചായത്ത് അംഗം. ഇന്നലെയൊക്കെ നമ്മളുമായി വളരെ രീതിയിൽ സഹകരിക്കുകയും ചെയ്തതാണ് അവരുടെ സമരം കവർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോൾ എന്തായാലും രാവിലെ സ്കൂളിലെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ എത്തിയതാണ് ആലപ്പുഴയിലെ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളെ പിടിച്ചിറക്കും എന്നുള്ളതാണ് പഞ്ചായത്ത് അംഗം നിബുവിൻ്റെ ഭീഷണി. സ്കൂളുമായി ബന്ധപ്പെട്ട് ഒന്നും കവർ ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ഭീഷണിയും അദ്ദേഹം മുഴക്കുകയും ചെയ്തു. ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സ്കൂളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്നുള്ള ഒരു ന്യായീകരണമാണ് പറയുന്നത്. എന്തായാലും വലിയ തർക്കം മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം നടത്തുകയും ചെയ്തു. അതേസമയം പ്രിൻസിപ്പൽ HM അടക്കം പറയുന്നത് നിങ്ങളിവിടെ നിൽക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കെട്ടിടം മോശാവസ്ഥയിലായിട്ടും അത് അൺഫിറ്റാണ് എന്ന പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടും അതിലിടപെടാതെ നിന്ന സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി, സ്ഥലത്തെ MLA എന്നിവർക്കടക്കം എതിരെ വലിയ രോഷമുയരുന്നതിനിടെയാണ്. അത് രമേശ് ചെന്നിത്തലയാണ് MLA. SMCയുടെ നേതൃത്വത്തിലിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇവർക്കെല്ലാം എതിരെ വലിയ രോഷമുയരുകയാണ്. അതിനിടെയാണ് CPIMന്റെ പഞ്ചായത്ത് അംഗം ഈ സ്കൂളിനുള്ളിൽ മാധ്യമങ്ങൾ കയറിയതിനെയും ഈ കെട്ടിടം ഇടിഞ്ഞു വീണ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ തടഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും അതെന്തിനാണെന്ന് അദ്ദേഹം യഥാർത്ഥ കാര്യം വ്യക്തമാക്കുന്നില്ല. എന്തായാലും ഇന്ന് അല്പസമയത്തിനുള്ളിൽ ക്ലാസ്സുകൾ ആരംഭിക്കും. പുതിയ കെട്ടിടത്തിലേക്ക് മാറിയാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. അവിടേക്ക് കുട്ടികൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിൽ വൈദ്യുതിയുടെ കുറവ് മാത്രമാണുള്ളത്. മറ്റ് സംവിധാനങ്ങളെല്ലാം നേരത്തെ തന്നെ തയ്യാറായതാണ്. ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് വൈദ്യുതി ഇതുവരെ എത്തിക്കാനായില്ല എന്നുള്ളതാണ് വിശദീകരണം. അതായത് പഴയ കെട്ടിടം, ഇടിഞ്ഞു വീണ കെട്ടിടം പൂർണ്ണമായും ബന്ദോബസ്തിലാക്കിയിട്ടുണ്ട്. അത് അടച്ചു കെട്ടിയിട്ടുണ്ട്. അവിടേക്ക് വിദ്യാർത്ഥികളോ ആളുകളോ പ്രവേശിക്കാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അധ്യയനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. 2 പ്രതിഷേധ മാർച്ചുകൾ ഇന്ന് സ്കൂളിലേക്ക് നടക്കുന്നുമുണ്ട്. സ്മിത. ശരി.